ഇവിടെ നമ്മളെ മുണ്ടക്കൈ അതുപോലെ തന്നെ ചുരമല ഏരിയയിൽ നിന്ന് മാറ്റി പാർപ്പിച്ചവരുടെ ക്യാമ്പാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ക്യാമ്പിലേക്കുള്ള സാധനങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. ഒരുപാട് സാധനങ്ങൾ എത്തിയിട്ടുണ്ട്, ഇനിയും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ കൃത്യമായി എല്ലാവരിലേക്ക് എത്തുന്നുണ്ട്. ഭക്ഷണം ഇവിടെ പാചകം ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നു. എത്തിയത് ആവശ്യക്കാർക്ക് ആവശ്യത്തിനനുസരിച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. കിട്ടുന്നുണ്ട്. ഇനിയും ഓരോരുത്തർ പല സ്ഥലങ്ങളിൽ നിന്നും വിളി വരുന്നുണ്ട്. പലരും ഓൺ ദ വേ ആണ്. പക്ഷേ അത്യാവശ്യം നല്ല സാധനങ്ങൾ എത്തിയിട്ടുണ്ട്. എന്നാലും എത്രത്തോളം ആവശ്യം വരും എന്നുള്ളത് നമുക്കിപ്പോഴും പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല. ഇവിടെ വ്യാപാരികളെല്ലാം തന്നെ ഒറ്റക്കെട്ടായി വന്നു. എല്ലാവരും വ്യാപാരികളും അതുപോലെ തന്നെ ഇവിടുത്തെ ജനസമൂഹം, ഈ വയനാട് ജില്ല അല്ലെ കേരളം തന്നെ പറയാം, ഈ ദുരന്തത്തിൻ്റെ കൂട്ടത്തിൽ കൈമെയ് മറന്ന് പ്രവർത്തിക്കുന്നു. പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഫുഡിൻ്റെ തന്നെ പ്രവർത്തനം ഞങ്ങൾ വിക്ടറി സ്പോർട്സ് ക്ലബ്ബാണ് ഏറ്റെടുത്തത്. ഫുഡിൻ്റെ നല്ല രീതിയിൽ എല്ലാ സാധനങ്ങളും എല്ലാവരും എത്തിക്കുന്നുണ്ട്. പിന്നെ എന്താണ് അകമഴിഞ്ഞ സഹായം എല്ലാവരും ഉണ്ട്. നല്ലൊരു ദുരന്തമാണല്ലോ വന്നത്, അത് സഹായം എല്ലാവരും നമുക്ക് എത്തുന്നുണ്ട്. പിന്നെ എല്ലാ സന്നദ്ധ പ്രവർത്തകരും ഇവിടെ എല്ലാം നമുക്ക് നല്ല ഹെൽപ്പാണ് ചെയ്യുന്നത്, കുഴപ്പമൊന്നുമില്ല. പിന്നെ കാണാതായ ഒരുപാട് ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊക്കെ റൂമിൽ ഇങ്ങനെ ബുദ്ധിമുട്ടായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ക്യാമ്പത്തെ കാര്യങ്ങൾ കുഴപ്പമൊന്നുമില്ല. സാധനങ്ങളും ബ്ലാങ്കറ്റായിട്ടും അതേപോലെ തന്നെ അവർക്ക് എല്ലാ സാധനങ്ങളും എല്ലാ പ്രവർത്തകരും നമ്മളെ മാനുക്ക അവരൊക്കെ ഇവിടെയൊക്കെ രാത്രി വന്ന് സന്ദർശിച്ച് എല്ലാം പോയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ സന്നദ്ധ പ്രവർത്തകരും എല്ലാവരും എത്തിക്കുന്നുണ്ട്. നമ്മളെ ഫുഡിൻ്റെ എല്ലാ കാര്യങ്ങളിലും സാധനങ്ങളും എല്ലാ ആവശ്യക്കാർക്ക് ആവശ്യം ചോദിച്ച് ആൾക്കാർ സഹായം ചെയ്തു തരുന്നുണ്ട്.